നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാഷ്യൂ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. കാഷ്യൂ സ്നാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പൊന്നല്ല, നമ്മൾ അതിൻ്റെ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാഷ്യൂ സ്നാക്ക് എന്ന് പറയുന്നത്. വേണമെങ്കിൽ കാഷ്യൂ കുക്കീസെന്നോ കാഷ്യൂ ബിസ്ക്കറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് നമ്മുടെ ബേക്കറികളിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിത് വീട്ടിൽ വൈകുന്നേരങ്ങളിലെ ചായക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കാഷ്യൂ സ്നാക്ക് അല്ലെങ്കിൽ കാഷ്യൂ കുക്കീസ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കാഷ്യൂ സ്നാക്കിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പകുതിപ്പകുതിയായിട്ട് യൂസ് ചെയ്യാം. അതിലേക്ക് ഞാൻ ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യ് അല്ലെങ്കിൽ ബട്ടറോ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ബട്ടറും ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കാറില്ലേ, ആ ഒരു രീതിയിലോട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ മൈദപ്പൊടി ആയതുകൊണ്ട് അധികം വെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് മെൽറ്റ് ചെയ്ത ബട്ടറോ അല്ലെങ്കിൽ ഗീയോ അല്ലെങ്കിൽ സാധാരണ വെജിറ്റബിൾ ഓയിലോ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ രീതിയിൽ. അപ്പോൾ അത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നന്നായിട്ട് കുറച്ച് നന്നായി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മൈദപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ചപ്പാത്തി പലകയിലോട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മാവിൻ്റെ 2 സൈഡിൽ നന്നായിട്ട് മൈദപ്പൊടി ആക്കിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നന്നായിട്ട് മൈദപ്പൊടി നന്നായിട്ട് പൊടി വെതറി നന്നായിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സാധാരണ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കാവാനും പാടില്ല, നല്ല തിന്നായിട്ട് എടുക്കാനും പാടില്ല. രണ്ടിൻ്റെ ഒരു മിഡിൽ സ്റ്റേജിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു ഷേപ്പുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമുക്ക് കശുവണ്ടിയുടെ ഷേപ്പിലോട്ട് മാറ്റാം. അപ്പോൾ ആദ്യം ഒരു സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുക്കുക, പിന്നീട് നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും. കണ്ടില്ലേ? നമ്മൾ ഉൾഭാഗത്ത് എത്തും തോറും നമ്മുടെ കശുവണ്ടിയുടെ അതേ ഒരു ഷേപ്പിലോട്ട് കിട്ടും. ആദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പരത്തിയ ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ഒരു കശുവണ്ടിയുടെ ഏകദേശം ഒരു ഷേപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിലിട്ട് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച നമ്മളെ കശുവണ്ടിയുടെ ഷേപ്പിലുള്ള മാവ് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ മുകളിലായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലും ചൂടായി വരുമ്പോൾ അത് നന്നായിട്ട് വേറെ കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വറുത്ത് കോരാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ പച്ചോട് കൂടി ഇടുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കുക, പിന്നീട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം. അപ്പോൾ കളറൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ചിലർക്ക് നല്ല ബ്രൗൺ കളറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പം എനിക്ക് ഒരു കളറിലോട് കൂടിയാണ് കഴിക്കാൻ ഇഷ്ടം, അതുകൊണ്ട് ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുവാണ്. അപ്പോൾ ഇതിനൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പും പഞ്ചസാരയും രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ബേക്കറിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. അപ്പോൾ ഞാൻ നമ്മുടെ കശുവണ്ടി സ്നാക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല സോഫ്റ്റോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ തണിയും തോറും കുറച്ച് നല്ലൊരു കറുമുറാന്ന് കഴിക്കുന്നൊരു പരുവത്തിലോട്ട് മാറും. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ വൈകുന്നേരം ചായൻ്റെ കൂടെയോ അല്ലെങ്കിൽ അവർ വെറുതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.